9 പ്രവചനം അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള പ്രായോഗികതയിൽ ലിറ്ററൽ ഫുൾഫിൽമെന്റ് പുലർന്നു കാണുന്നത് ഇസ്ലാമിലാണ്. ഇതിനെ സാധൂകരിക്കുന്ന ചരിത്രപരവും വസ്തുതാപരവുമായ കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഏകനാമം, ദ യൂണിഫൈഡ് നെയിം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ദൈവത്തെയോ യേശുവിനെയോ ഒരേ നാമത്തിലല്ല വിളിക്കുന്നത്. ഓരോ രാജ്യത്തെയും ഭാഷയ്ക്കനുസരിച്ച് ആ നാമം മാറുന്നു. ജീഷസ്, ജീഷു, ഈശു, യേശു എന്നിങ്ങനെ. എന്നാൽ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ 7-ാം നൂറ്റാണ്ട് മുതൽ ഇന്നുവരെ ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള മുസ്ലിമും പ്രാർത്ഥനയിൽ ദൈവത്തെ വിളിക്കുന്നത് അല്ലാഹു എന്ന ഏകനാമത്തിലാണ്. ചൈനക്കാരനായാലും അമേരിക്കക്കാരനായാലും അറബിയിലുള്ള ഈ നാമം മാറ്റമില്ലാതെ ഉപയോഗിക്കുന്നു. 2. ശുദ്ധീകരിക്കപ്പെട്ട അധരം, പ്യൂർ ലാംഗ്വേജ്, ലിപ്. അന്ന് ഞാൻ ജനതകൾക്ക് ശുദ്ധമായ ഒരു ഭാഷ, പ്യൂർ ലിപ് നൽകും എന്ന പ്രവചനഭാഗം ചരിത്രപരമായി ഇസ്ലാമിലെ അറബി ഭാഷയുടെ സ്ഥാനവുമായി ഒത്തുപോകുന്നു. ക്രിസ്ത്യാനിറ്റിയിൽ ആരാധനാഭാഷ പ്രാദേശികവൽക്കരിക്കപ്പെട്ടു, വെർനാക്യുലർ, അതായത് ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമിൽ ലോകത്തെ എല്ലാ ജനതകളും തങ്ങളുടെ മാതൃഭാഷ എന്തുതന്നെയായാലും ആരാധനയ്ക്കായി സലാത്ത് അറബി എന്ന ഒരേ ഭാഷ ഉപയോഗിക്കുന്നു. ചരിത്രത്തിൽ ഇത്രയധികം വൈവിധ്യമുള്ള ജനതകളെ ഒരേ ഭാഷയിലേക്ക് ആരാധനയ്ക്കായി കൊണ്ടുവന്ന മറ്റൊരു പ്രസ്ഥാനമില്ല. 3. ഏക മനസ്സോടെയുള്ള ശുശ്രൂഷ, സെർവിംഗ് വിത്ത് വൺ ഷോൾഡർ. ഈ വചനത്തിലെ ഏക മനസ്സ് എന്നതിന്റെ എബ്രായ മൂലരൂപം ഷെച്ചം എച്ചാഡ് എന്നാണ്. ഇതിന്റെ അക്ഷരാർത്ഥം ഒരേ തോളോട് തോൾ ചേർന്ന് എന്നാണ്. മുസ്ലിങ്ങളുടെ ജമാഅത്ത് നമസ്കാരം, കൂട്ടായ പ്രാർത്ഥന നോക്കിയാൽ അവിടെ രാജാവെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഷോൾഡർ ടു ഷോൾഡർ നിൽക്കുന്നു. 1400 വർഷമായി ലോകമെമ്പാടും ഈ രീതിക്ക് മാറ്റമില്ല. ക്രിസ്തീയ ആരാധനകളിൽ ഏക മനസ്സ് എന്നത് ആത്മീയമായ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത്, അല്ലാതെ ഭൗതികമായി തോളോട് തോൾ ചേർന്നുള്ള ഒരു ആരാധനാക്രമമായല്ല. 4. വിഗ്രഹാരാധനയുടെ നിശബ്ദത. ഈ പ്രവചനത്തിന്റെ തൊട്ടുപിന്നാലെ പറയുന്നത് വിഗ്രഹങ്ങളുടെ പേര് ജനതകളുടെ നാവിൽ നിന്നില്ലാതാക്കുമെന്നാണ്. ചരിത്രപരമായി ഇസ്ലാം കടന്നുചെന്ന പേർഷ്യ, അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം നിലനിന്നിരുന്ന ബഹുദൈവ വിശ്വാസവും വിഗ്രഹാരാധനയും പൂർണ്ണമായി ഇല്ലാതാവുകയും അവർ ഏകദൈവ ആരാധനയിലേക്ക് മാറുകയും ചെയ്തു. ചുരുക്കത്തിൽ ഭാഷാപരമായ ഐക്യം, യൂണിഫോർമിറ്റി ഓഫ് ലാംഗ്വേജ്, നാമത്തിലെ ഏകത്വം, യൂണിറ്റി ഓഫ് നെയിം, തോളോട് തോൾ ചേർന്നുള്ള ആരാധന, ഫിസിക്കൽ അലൈൻമെന്റ് ഇൻ വർഷിപ്പ് എന്നീ ചരിത്രപരമായ അടയാളങ്ങൾ വെച്ച് നോക്കിയാൽ ഈ പ്രവചനം പുലർന്നിരിക്കുന്നത് ഇസ്ലാമിലാണെന്ന് കാണാം.